എന്നാണ് റാം മനോഹർ ലോഹിയ ഇന്ദിരയെ വിശേഷിപ്പിച്ചത്. മിണ്ടാപ്പാവ. ആ പാവക്കുട്ടി ഭാരത ദുർഗയായി. ബാങ്കുകൾ ദേശസാൽക്കരിച്ചു, പ്രിവി പേഴ്സ് നിർത്തലാക്കി, ഗരീബി ഹഠാവോ മുദ്രാവാക്യം ഉയർത്തി. 1971 ബംഗ്ലാദേശ് യുദ്ധം. 1975 ജൂൺ 25 അർദ്ധരാത്രി പിന്നിട്ടപ്പോൾ ഇന്ദിര പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ. भाइयों और बहनों, राष्ट्रपति जी ने आपातकाल की घोषणा की है. इससे आतंकित होने का कोई कारण नहीं है. 20-നും 5-നും വികസനം, എല്ലാത്തിന്റെയും മറവിൽ ഏകാധിപത്യം, അഴിമതി, നിർബന്ധിത വന്ധ്യംകരണം, തുർക്ക്മാൻ ഗേറ്റ്, അക്രമം, അടിച്ചമർത്തൽ, നിസ്സഹായരുടെ ചോരക്കണ്ണീർ. 1977 പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരയും സ്തുതിപാഠകരെ മാത്രം കേട്ടു. ഇന്ത്യയുടെ ഭാഗ്യം, നിരക്ഷരരായ ജനകോടികൾ ഇന്ദിരയെ നിലം തൊടിയിച്ചില്ല. ഇന്ത്യയിൽ വീണ്ടും ജനാധിപത്യത്തിന്റെ സൂര്യനുദിച്ചു. നെഹ്റുവിന്റെ മകൾ ഉരുക്കു വനിതയായത് കാലത്തിലൂടെ നടന്നാണ്. മാറ്റങ്ങൾ കാണാനുള്ള ദീർഘദൃഷ്ടി ഇന്ദിരയെ ലോക നേതാവാക്കി. രക്തസാക്ഷിത്വം ഇന്ദിരയെ അനശ്വരയാക്കി. അപ്പോഴും ആ കൈകളെ പങ്കിലമാക്കി അടിയന്തരാവസ്ഥയുടെ ചോരക്കര.